ഹലോ എവ്രി വൺ, വെൽക്കം ടു അവേമിയാസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് നാളിന് ശേഷമാണ് ഈ വീഡിയോയ്ക്കാണ് നമ്മൾ വരുന്നത്. കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു കുട്ടി വിഷ്വൽസൊക്കെയാണ്. കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അങ്ങനെ വീട്ടിലെത്തുന്ന വരെയുള്ള ഒരു കുട്ടി വീഡിയോ ഉണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിൽ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ നെക്സ്റ്റ് വീക്കിലെത്തും എന്ന് പറഞ്ഞാൽ, അതായത് ഈസ്റ്ററിൻ്റെ തലേദിവസം എത്തും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പക്ഷേ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇന്ത്യയിലേക്ക് പോവാണ്. പറയാമോ? ഫൈനലി ചെക്ക് ചെയ്തു. അമ്മു say hi. He wanted your hat. അമ്മോടെ ഹായ് പറഞ്ഞേ. ഞങ്ങള് ഫ്ലൈറ്റിൽ കയറി എമിറേറ്റ്സിനാണ് പോണേ. പുള്ളിക്കാരി വന്നപ്പോഴേക്കും ഓരോന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അമ്മു സേ ഹായ്. ഹായ്. അമ്മുന്റെ ഫ്ലൈറ്റിൽ അമ്മുന് ഫസ്റ്റ് കൊടുത്ത ഗിഫ്റ്റാണ് എമിറേറ്റ്സിന്റെ. എല്ലാ തവണയും കിട്ടാറുണ്ട്. 2 ഇയർ ടോഡ്ലേഴ്സിനൊക്കെ ഇതിപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ അവർ തരുന്നതാട്ടോ നമുക്ക്. ഒരു ഡ്രോയിങ് ബുക്ക്, പിന്നെ പെൻസില്, പിന്നെ ഒരു വലിയ ബാഗ്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വലിയൊരു ബാഗാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു കുട്ടി ഫ്ലൈറ്റ്. ഇത്രയും ബേബീസിന് കിട്ടുന്ന ഗിഫ്റ്റ് ആട്ടോ. നെക്സ്റ്റ് നമുക്ക് കേട്ടോ, ഈ ബേബീസ് ഉള്ളവർക്കൊക്കെ ഇതുപോലെ പിക്ചേഴ്സ്, ക്ലാരിറ്റി ഉണ്ടോന്ന് അറിയില്ല, ഇതുപോലെ നമുക്ക് പിക്ചേഴ്സ് ഇങ്ങനെ എടുത്തു തരും കേട്ടോ. അതാണ്. ഇവിടെ ഒരാള് ഡയറി മിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ആലോചിച്ചോണ്ടൊക്കെ ഇരിക്കണ്ട്. അമ്മുച്ചി ഹായ്. ഓക്കെ. അമ്മുന്റെ ഫുഡ് ഇവിടെ ജ്യൂസ്, ബേബി ഫുഡാണ് ഇത്. ജ്യൂസ്, ബൺ, പിന്നെ പേസ്ട്രി, സാലഡ്, ഇതെന്താ ഡയറി മിൽക്ക്, പിന്നെ ബട്ടർ, ബിസ്ക്കറ്റ്, പിന്നെ ഇതെന്താ, ഇത് റൈസ് ആയിരിക്കും അല്ലേ? അത് റൈസാണ്. റൈസ് ഹോട്ടാണ്. ഇതാണ് ബേബി ഫുഡ് കേട്ടോ. ഫുഡിൽ അമ്മുന് വേറെ ഒന്നും വേണ്ട. അമ്മു ആകെ ഫ്രൂട്ട്സ് ആണ് ഈ കഴിക്കുന്നത്. യമ്മി. അമ്മ ഇങ്ങോട്ട് നോക്ക്. ലുക്ക് അറ്റ് മീ. ഇത് റൈസല്ല, ബേബി കോൺ, കുറേ വെജിറ്റബിൾ മിക്സും, പിന്നെ ഇത് ഫുള്ള് ചിക്കൻ അങ്ങനത്തെയൊക്കെയാണ്. പുറത്ത് പൊട്ടറ്റോ അങ്ങനെ ഉണ്ടോ. ഇതാണ് കേട്ടോ ഇവരുടെ ബേബി ഫുഡ്. വേറെ
അങ്ങനെ നമ്മൾ ഫൈനലി ചെക്കൗട്ട് ചെയ്യാൻ പോണ ഹോട്ടലിൽ നിന്ന്. നമ്മൾ മോർണിംഗിൽ ഇവിടെ എത്തിയപ്പോൾ ഒരു 15 hours ഉണ്ട്. അപ്പം നമ്മൾ എമിറേറ്റ്സ് ആണ് എടുത്തത് കാരണം കൊണ്ട് അവരുടെ ഹോട്ടലിലേക്കാണ് നമുക്ക് ആ 15 hours നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ കൊച്ചിയിലേക്കാണ്. ഇനി ബാക്കി കൊച്ചിയിലേക്ക് എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഇവിടെ നോക്ക്, ഞാൻ ഇവരെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരുത്തി ഇവിടെ ഒരുത്തി ഡയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേ ഹായ്. ആ അതെ, പിന്നെ ഇവിടെ സതീഷ് ചേട്ടനാണ്. സതീഷ് ചേട്ടൻ പോണതിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. അപ്പം ഞാൻ ക്വിക്കായിട്ട് റൂം ടൂർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. റൂം നമുക്ക് അത് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആസ് യൂഷ്വൽ ഒരു ഇതും, പിന്നെ ദേ ഒരാളുടെ കോക്കോമലൻ കാണുന്നു. ഫുള്ളൊക്കെ ബാഗ് ഒക്കിപ്പേ ചെയ്തേക്കുക. പിന്നെ ഇവിടെ വെള്ളമുണ്ട്. പിന്നെ നോർമൽ എല്ലാ ഹോട്ടൽസിലുള്ള പോലെ തന്നെ ലോക്കേഴ്സും ഡ്രസ്സിൻ്റെ വേറൊരു വാർഡ്രോബും അങ്ങനെ. ഇതാട്ടോ അടിപൊളി വ്യൂ. അതായത് റംദാൻ സ്പെഷ്യൽ ആണ് കേട്ടോ. റംദാൻ്റെ സ്പെഷ്യലായിട്ടുള്ള നോമ്പ് തുറ പരിപാടികൾക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഈ ഹോട്ടലിൻ്റെ ആംബിയൻസ്. അപ്പോൾ ഇനി നമുക്ക് എയർപോർട്ടിലെത്തിയിട്ട് അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. കൂടാതെ അത് ചേട്ടാ ബായ് പറയ്. അമ്മോ വെയിറ്റ് 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 വെയിറ്റ്, എവിടേക്കാ പോകുന്നത്? ആ എവിടേക്കാ പോകുന്നത്? ഇന്ത്യ പറഞ്ഞേ. ഇന്ത്യ കീ ജയ് പറ. അങ്ങനെ അമ്മു നാട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്, ത്രില്ലിലായി. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ അടുത്തേക്കാണ് ആ ഓടി പോകുന്നത്. ഇനി ഞങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അതേ ഇപ്പോൾ ലോഞ്ചിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഫൈനലി കേരളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പോകാൻ പോകണു ചേട്ടാ. എല്ലാവരും ഭയങ്കര പോണതിൻ്റെ ത്രില്ലാണ്. ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഈസ്റ്ററിൻ്റെ തലേദിവസം ചെല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ട്രിപ്പിലാന്ന് പറഞ്ഞിട്ടാണ് പാരൻസിനോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സർപ്രൈസ് ആയിട്ട് ചെല്ലുമ്പോൾ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ. ഇതാ ഇനി ദുബായ് ടു കൊച്ചി ഫ്ലൈറ്റിൽ വീണ്ടും അമ്മോനൊരു എമിറേറ്റ്സിൻ്റെ ഒരു കുഞ്ഞ് ഫ്ലൈറ്റ് കിട്ടി. പിന്നെ ഇതാ ഇതുപോലൊരു കുട്ടി ബാഗ് കിട്ടി. അമ്മോ അമ്മോ അങ്കമാലിയിലെത്തി. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ, ഒരു 5 മിനിറ്റിനുള്ളിൽ ലാൻഡ് ചെയ്യും. അമ്മോ ഇന്ത്യ പറഞ്ഞേ. ഇവിടെ ഫുൾ അലമ്പ. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് സർപ്രൈസ് കിട്ടി. അരുണിനെയും ഫെബിനെയും കണ്ടു. അതായത് ഞങ്ങളുടെ ആൻറ്റിയുടെ മക്കളാണ്. അപ്പോൾ ഫെബിയുടെ അങ്കിളിനെ റിസീവ് ചെയ്യാൻ വേണ്ടി അവരിവിടെ വെയിറ്റിങ്ങിലായിരുന്നു. പക്ഷെ അവർ വീട്ടിലൊന്നും പറഞ്ഞില്ല. അതാ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ. സതീശേട്ടൻ ബാഗ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതാ അങ്ങനെ നമ്മളിവിടെ വീട്ടിലെത്തി. ഇനി ബാക്കിയുള്ള വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. ഇതേ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതേ സർപ്രൈസ് പൊളിക്കാൻ പോവാണ്. ആർ യു റെഡി?
പറയാൻ പറഞ്ഞു കേട്ടോ, നമ്മളുടെ സ്ഥലം ഞാറക്കലാണ്. ഞാറക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ആ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അവർ നമുക്ക് സർപ്രൈസ് തരുമോ അല്ലേ? അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടോ ചേട്ടാ അവിടെ? ഈ റോഡല്ലൊന്നുമില്ല, ഹൈവേയിലൊക്കെ ചെറിയൊരു വ്യത്യാസം. ആ ശരി ശരി. ആ പുതിയ ബിൽഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സൈഡില്. ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഉണ്ടായിരുന്നില്ല അല്ലേ? റോഡ് അതുപോലെ തന്നെ. അങ്ങനെ ദേ അമ്മു തറവാടെത്തി. ചെല്ല് ചെല്ല്. ഡാഡിയുടെ അമ്മമ്മനെ കണ്ടു ഉമ്മിണ്ടോ? ഉമ്മിണ്ടോ? അപ്പൊ ഞങ്ങൾ ഇനി നെക്സ്റ്റ് ഓരോരുത്തർക്കൊക്കെ ആയിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടോ. അമ്മു വാ. അടുത്തത് ഞങ്ങൾ ചേച്ചിയുടെ ഓഫീസിലേക്ക് പോവാട്ടോ. ഞങ്ങളുടെ മൂത്ത ചേച്ചിയുടെ ഓഫീസിലേക്ക് പോവാണ്. അമ്മു കൊറേ ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ലേ? നോക്കട്ടെ. അതാണ് അവളുടെ ഓഫീസ്, കാണാവോ? ഞങ്ങൾക്ക് ഇപ്പൊ വീട്ടിലേക്ക് വന്ന് കേറിയുള്ളൂ. എവിടെ വന്നേമോ? അതാരാ? നാണം നാണം നാണം. ഞങ്ങളങ്ങനെ പ്രസാദേട്ടൻ്റെ ചായക്കടയിലെത്തി. ഇതേ അമ്മൂന് ഇത് കിട്ടി. പ്രസാദേട്ടാ ഒരു ഹായ് പറ. ഹായ് പറ. ചേച്ചി ഇവിടുത്തെ ബാങ്കിലായിട്ട് പോയിക്കാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. പക്ഷെ ചേച്ചി കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് കയറിപ്പോയി. ബാങ്കിനുള്ളിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. പിന്നെ ഇവർ വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഭയങ്കര ചൂട്. ഒട്ടും വിചാരിച്ചില്ല. ഇപ്പം തന്നെ 39. കൊച്ചു അടുത്ത ആൻറ്റീനെ കണ്ടു. ഞങ്ങള് വീഡിയോ എടുക്കുന്നുണ്ട്, സർപ്രൈസ് വീഡിയോസൊക്കെ. ഇത് അടുത്ത ആളുടെ വീട്ടിൽ കേട്ടോ, നമ്മുടെ ജോലി അമ്മമ്മയുടെ വീട്ടിലേക്കാണ്. ആ സെഞ്ചു അങ്കിള് അറിയോ? ഹലോ, ഇതെന്താണ് സർപ്രൈസ്? സർപ്രൈസ് നീ ഹായ് പറഞ്ഞോ. അങ്ങനെ ഇടക്കുന്ന് ഞങ്ങള് രാത്രി കണ്ട പോണേ. സമയം
11:42 അല്ലേ? 11:44. അത്ര അക്യുറസി ഉണ്ട്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ടൈമിലാണ് ഈശ്വര. മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെയൊക്കെ. അങ്ങനെ രാത്രിയിലാണ് ഈശ്വര അങ്ങനെ വീടെത്തി. ഇതൊക്കെ